വയനാട് പുത്തുമലയിൽ ശ്മശാനത്തിനടുത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 2 ടിപ്പർ ലോറികളിൽ ടാങ്കുകളിലാണ് മാലിന്യം കൊണ്ടുവന്നത്. ലോറികളുമായി യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഉൾപ്പെടെ പോലീസ് രക്ഷപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണിപ്പോൾ. ഈ സാധനം ഡിസ്പോസ് ഇവിടെ ചെയ്യും. ഫസ്റ്റ് വാട്ടർ ടാങ്ക് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഇവിടെ ഓപ്പൺ ചെയ്യും. ഇവിടുന്ന് ഓപ്പൺ ചെയ്യും. നിക്ക് വാവ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. പ്രശ്നം കഴിഞ്ഞ് തുറന്നിട്ട് നിങ്ങൾ കാണിക്ക് പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തിനേ എന്റെ രാശേട്ടാ ഇത് നോക്ക് കൈ മണത്തുന്നില്ല വണ്ടി വന്ന് തൊട്ടിട്ടില്ലേ? എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കളയുന്ന എത്ര സ്ഥലം വേറെ അവിടെ കളഞ്ഞൂടെ പോലെ സ്ഥലങ്ങൾ വേറല്ലേ? വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല, കാരണം അത്ര മോശമല്ലേ. ജലം മലിനമാക്കുന്ന ഒരു വിഷയം മാത്രമല്ല, മറിച്ച് നമുക്കറിയാം ഇന്ന് ലോകം തന്നെ ശ്രദ്ധിച്ച ദുരന്തമാണ് ചൂരൽമലയിൽ നടന്നത്. അതിൽ മരണപ്പെട്ടവർ ഇപ്പോഴും തിരിച്ചറിയാത്ത ആളുകൾ ഉൾപ്പെടെ അവരെ അടക്കം മറവ് ചെയ്തിട്ടൊരു പ്രദേശമാണ് പുത്തുമലയിലെ ശ്മശാനം എന്ന് പറയുന്നത്. ആ ശ്മശാനത്തിന് സമീപം ഇത്തരൊരു മാലിന്യം കൊണ്ടുപോയി തള്ളി അത് വലിയ വിവാദമാക്കി നാട്ടിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ പുത്തുമല ഇവർ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കാരണം പുത്തുമല ഒരു ദുരന്ത സ്മാരകമായി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. തീർച്ചയായും SKN, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ പോലീസാണ് അന്വേഷണം നടത്തേണ്ടത്. ആ ആവശ്യമാണ് CPIM നിലവിൽ ഉന്നയിക്കുന്നതും. ഇന്നലെ രാത്രി മുതലാണ് ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ പുത്തുമലയിൽ അരങ്ങേറിയത്. രാത്രിയിൽ 2 ലോറികൾ അവിടേക്ക് വരുന്നു. ആ ലോറികൾ വരുന്ന ഘട്ടത്തിൽ ലോറിക്ക് മുകളിൽ കൂറ്റൻ ടാങ്കുകൾ, 2 ടാങ്കുകളുണ്ട്. ആ ടാങ്കുകൾ എത്തിച്ച് നേരെ ശ്മശാന റോഡിലേക്കാണ് കടന്നത്. അതിനുശേഷം അപ്പോൾ നാട്ടുകാർ ഇടപെട്ടത് എന്താണെന്ന് പരിശോധിച്ചപ്പോൾ അത് തുറന്നപ്പോൾ അത് അസഹനീയമായ ദുർഗന്ധമുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് അവർ പ്രതിഷേധിച്ചു. നാട്ടുകാർ വാഹനം തടഞ്ഞു, ഡ്രൈവർമാരെ തടഞ്ഞു വെച്ചു. അതിനുശേഷം ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾ എത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. 2 പേരെത്തി. അതിൽ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ, പൊഴുതനയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. അവിടേക്ക് എത്തിയ ഘട്ടത്തിൽ എന്തിനാണ് ഇവിടേക്ക് മാലിന്യം കൊണ്ടുവന്നത്? പ്രത്യേകിച്ച് അത് വളരെ വൈകാരികമായി കാണുന്ന ഒരു പ്രദേശമാണ്. കാരണം ചൂരൽമലയിലെല്ലാം തന്നെ മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്ത പ്രദേശമാണ് പുത്തുമല. അവിടെ എന്തുകൊണ്ട് മാലിന്യം തട്ടാൻ ഉള്ള സ്ഥലമായി തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തിയത്. ഇതിനുശേഷം പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. ഈ 4 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി 2 പേരെ രക്ഷപ്പെടുത്തി, ഉടമകളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് CPIM ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ CPIMന്റെ നേതാക്കൾ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. CPIMന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി V ഹാരിസ്, അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് അടക്കമുള്ള CPIM പ്രവർത്തകരും DYFI പ്രവർത്തകരും അവിടെ രാത്രി മുതൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. പോലീസുമായി നിരന്തരം അവർ വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പ്രത്യേകിച്ച് ഇവർ ആരോപിക്കുന്നത് ഇത് ബോധപൂർവം ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് മാലിന്യം എത്തിച്ചത്. വിവരങ്ങൾ നൽകിയത്.